ജി സുധാകരനെതിരെ CPM-ന്റെ വിവിധ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിരൂക്ഷ വിമർശനമാണ് പറയുന്നതിന് ഒരു മയവുമില്ല എന്നുള്ളതാണ്. എങ്ങനെയും ഒരു മനുഷ്യനെ നാക്കുകൊണ്ട് കൊല്ലാൻ കഴിയുമെങ്കിൽ ആ രീതിയിൽ കൊല്ലുന്ന രീതിയിൽ തന്നെ പറയുക എന്നുള്ളതാണ് ഈ CPM നേതാക്കളുടെ ലക്ഷ്യം. അതിൽ സലാമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ കൊല്ലുന്നത് മാത്രമേ ഉള്ളൂ, അതോ നേരിട്ട് കൊല്ലാൻ സാധ്യതയുണ്ടോ? അല്ലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായതിൻ്റെ പേരിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ ഒന്ന് സലാമുണ്ട്. അയാൾ അമ്പലപ്പുഴ MLA മറ്റേ ആയിരുന്നു, നേരത്തെ ആയിരുന്നു, ഇപ്പൊ തോറ്റുപോയല്ലോ. അതേപോലെ തന്നെ മറ്റൊന്ന് ചന്ദ്രബാബുവാണ്. ഈ പറയുന്ന ആളുകളുടെയൊക്കെ പ്രവർത്തന പാരമ്പര്യം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവര് നാക്കുകൊണ്ട് മാത്രമല്ലായിരിക്കും അതല്ല ചെയ്യുക. ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ല. ഒരുപക്ഷെ ജി സുധാകരൻ ഒരു മന്ത്രിയാവാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ ഒരു സമയത്ത് വേണ്ടി വന്നാൽ MLA ആയതുകൊണ്ട് എനിക്കറിയില്ല, കൊല്ലുമില്ലെന്നറിയില്ല. പക്ഷെ വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം വെച്ചുകൊണ്ട് ആളെ വേണമെങ്കിൽ ഏത് തരത്തിൽ വേണമെങ്കിൽ നേരിടാൻ അവർക്കൊണ്ട് സാധിക്കും. അതിന് വലിയ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുണ്ട്. നമുക്കറിയാവുന്ന KT ജയകൃഷ്ണൻ മാഷുണ്ട്, കണ്ണൂര് ഉണ്ടായിരുന്ന യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു. അദ്ദേഹം കൊല ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ജയരാജന്മാരൊക്കെ എല്ലാ സ്ഥലത്തും നടന്ന് പ്രസംഗിച്ച് ഈ ജയരാജ് ജയകൃഷ്ണൻ മഹാകൊള്ളരുതാത്തവനാണ്. ഈ പറയുന്ന ജയകൃഷ്ണനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അയാളെ കൈകാര്യം ചെയ്യണം, അയാളെ ഏത് തരത്തിലും അയാളെ ഇല്ലായ്മ ചെയ്യണം, ഇത്യാദി കാര്യങ്ങൾ നിരവധി പ്രാവശ്യം സംസാരിച്ചു. ആ സംസാരിച്ചതിൻ്റെ അവസാനം സംഭവിച്ചത് അദ്ദേഹം തൻ്റെ വിദ്യാലയത്തിലേക്ക് പോയിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം തുണ്ടമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ അക്രമികളാണ് കമ്മ്യൂണിസ്റ്റുകൾ. കാരണം അവർക്ക് യാതൊരു മടിയില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് മാത്രമല്ല ചെയ്തത്. അതിനുമുമ്പായിട്ട് ധർമ്മ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഈ ധർമ്മ സുരേന്ദ്രനെ കൊലപ്പെടുന്ന അയാൾ എനിക്ക് തോന്നുന്നു ആ കൊലപ്പെടുത്തിയിരിക്കുന്ന മൂന്നാമത്തെ ആളോ അദ്ദേഹമാണ്, ധർമ്മ സുരേന്ദ്രനാണ്. ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ആൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയ്തികളിലും മനം മടുത്ത് പാർട്ടി വിട്ട് RSS BJP വിഭാഗത്തിലേക്ക് എത്തിയ സമയത്ത് ഈ പറയുന്ന ആളെ കൊലപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റുകാരാണ്. കൊലപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് MV രാഘവൻ എന്ന് നടന്ന് പ്രസംഗിക്കുകയായിരുന്നു എല്ലാ സ്ഥലത്തും. അതേപോലെ തന്നെ പിണറായി വിജയൻ നടന്ന് പ്രസംഗിക്കുകയായിരുന്നു. ഇവർ നടന്ന് പ്രസംഗിച്ചാൽ ഒന്ന് തീരുമാനിക്കുകയേ വേണ്ടൂ, ഈ പറയുന്ന ആർക്കെതിരായിട്ടാണോ പറയുന്നത് ആ പറയുന്ന ആളുകളെ കൊലപ്പെടുത്താനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട്. സമാനം തന്നെയായിരുന്നു TP ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ. TP ചന്ദ്രശേഖരനെതിരായിട്ട് പിണറായി വിജയൻ പറഞ്ഞ് ഇയാൾ കുലംകുത്തിയാണ്, ഇയാൾ രാജ്യദ്രോഹിയാണ്, ഇയാൾ പാർട്ടി ദ്രോഹിയാണ്, ഇയാളെ വകവരുത്തണം എന്ന് പിണറായി വിജയൻ ആഹ്വാനം ചെയ്യാണ്. ഈ ആഹ്വാനം കൃത്യമായിട്ട് ബോധ്യം വരുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാര്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ബോധ്യം വന്ന സമയത്ത് ഇയാളെ കൊലപ്പെടുത്തുകയാണ്. ഇത് ഇന്ന് തുടങ്ങിയിട്ടുള്ളതല്ല. ഏകദേശം 1950-കളിലാണ് P കൃഷ്ണപിള്ള മരിക്കുന്നത്. കൃഷ്ണപിള്ള മരിക്കുന്നതിന് 3 മാസക്കാലത്തിന് മുമ്പായിട്ട് ദേശാഭിമാനിയിലെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ലേഖനം എഴുതി. അത് കൃഷ്ണപിള്ളയ്ക്കെതിരായിട്ടായിരുന്നു. ആ കൃഷ്ണപിള്ളയ്ക്കെതിരായിട്ട് ലേഖനം വന്നു. ആ ലേഖനം വന്ന് 3 മാസം കഴിഞ്ഞ സമയത്ത് അജ്ഞാതമായിട്ടുള്ള പാമ്പ് കൊത്തിയിട്ട് കൃഷ്ണപിള്ള മരിക്കുകയാണ് മുഹമ്മയിൽ വെച്ച്, വീട്ടിൽ വെച്ചിട്ട്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നെ കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന് ധൈര്യമുണ്ട് അല്ലാന്നവരൊന്ന് പറയട്ടെ. അതിന് ചരിത്രം ഉണ്ടല്ലോ. നിങ്ങൾ 4 പുസ്തകമൊക്കെ ഉണ്ടല്ലോ. KC ജോർജ്, മെസൽപുരം സദാനന്ദനം അടക്കമുള്ള ആളുകൾ പുസ്തകമൊക്കെ ഉണ്ടല്ലോ. ഓരോ പുസ്തകത്തിലും ഓരോ തരത്തിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നിങ്ങൾ ആരെയെങ്കിലും കൊലപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് വലിയ ആരോപണങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുക. അത് ചിലപ്പോൾ സ്ത്രീ വിഷയമായിരിക്കാം, അത് ചിലപ്പോൾ സാമ്പത്തിക വിഷയങ്ങളായിരിക്കാം, പാർട്ടി വിരുദ്ധതയായിരിക്കാം. അങ്ങനെ നിങ്ങൾ കൊല ചെയ്യപ്പെടാൻ തീരുമാനിച്ചിട്ട് രക്ഷപ്പെട്ടു പോയ ഒരാളുണ്ട്. അയാളുടെ പേരാണ് MV രാഘവൻ എന്നുള്ളത്. MV രാഘവനെ പലവട്ടം കമ്മ്യൂണിസ്റ്റുകാർ പരിശ്രമിച്ചു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാര് രാഘവനെ ചർച്ചയ്ക്ക് വിളിച്ചു. VS അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ വിളിച്ചേ അവിടെ ചർച്ച നടത്തി. എന്നിട്ട് ചായ കൊടുക്കുകയാണ്. ആ ചായ കൊടുത്ത സമയത്ത് രാഘവൻ പറഞ്ഞു, ഈ ചായ എനിക്ക് വേണ്ട, ഇതിനകത്ത് നീ വിഷം കലക്കിയിട്ടില്ലെന്ന് എങ്ങനെ അറിയാം എന്ന് പിണറായി വിജയനോട് ചോദിക്കുന്നതും ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പിണറായി വിജയനായാലും കൊള്ളാം, ഈ സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടായാലും കൊള്ളാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാര് ജയരാജന്മാരായാലും കൊള്ളാം, ഇവരാർക്കെങ്കിലും എതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചാൽ, ഇവരാരെയെങ്കിലും ചീത്ത പറയാൻ തീരുമാനിച്ചാൽ ആ ചീത്ത പറയുന്ന ആളുകൾ ഏത് നിമിഷവും ഈ ഭൂലോകത്തിൽ നിന്ന് അവർ വിസ്മൃതിയിൽ അണ്ടുപോകും എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. ഇപ്പൊ ഇന്നിപ്പോ അവർക്ക് പറ്റൂലെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇതിനെക്കുറിച്ചിട്ട് KR ഗൗരിയമ്മ അവരുടെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അവർ പറഞ്ഞ് ഞാൻ ഒരു പ്രായം കൂടിയുള്ള സ്ത്രീയാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്, എന്നിട്ട് പോലും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്നെ കമ്മ്യൂണിസ്റ്റുകാർ ദ്രോഹിച്ച രീതിയെ കുറിച്ചിട്ട് KR ഗൗരിയമ്മ അവരുടെ ആത്മകഥയിൽ അവർ എഴുതിയിട്ടുണ്ട്. അവർ പറയുന്ന ഒന്നാമത്തെ സംഭവം, എനിക്കൊരു ഓഫീസ് ഉണ്ടായിരുന്നു അരൂരിൽ, അത് റോഡിന്റെ വക്കിലുണ്ടായിരുന്നത്. എനിക്കുടനെ എന്നെ നോട്ടീസ് കിട്ടുന്നു. എന്താ നോട്ടീസ്? നിങ്ങൾ വേഗം നിങ്ങളുടെ ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കണം,
അല്ലെങ്കിൽ അവിടെ റോഡിന്റെ വികസനം വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 30 വർഷക്കാലത്തിന് മുമ്പായിട്ട് അവരുടെ പാർട്ടി ഓഫീസ് അരൂരിൽ നിന്ന് തച്ച് തകർത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതൊന്ന്. രണ്ടാമതൊരു സംഭവം ഉണ്ടായിരുന്നു. അവർ അസംബ്ലിയിൽ അംഗമായി. അരൂരിൽ നിന്നാണ് അവർ ജയിച്ചത്. മുൻകാലത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ചു. അവർ MLA ആയി. ആ MLA ആയത് UDFന്റെ പിന്തുണയോട് കൂടിക്കൊണ്ടാണ്. ഇന്നത്തെ സുധാകരനെ പോലെ. ആ സമയത്ത് ഇവരെന്താ ചെയ്തതെന്നറിയാമോ? KR ഗൗരിയമ്മയ്ക്ക് അസംബ്ലിയിൽ ഏറ്റവും ലാസ്റ്റ് സീറ്റ് അവർക്ക് കൊടുത്ത്. KR ഗൗരിയമ്മയെ പോലുള്ള സ്ത്രീയെ, പ്രായമുള്ള സ്ത്രീയെ, പഴയ MLA ആയിട്ട് ദീർഘകാലം ഇവർ തന്നെ പറഞ്ഞുകൊണ്ട് നടന്ന വയലാറിന്റെ റാണി എന്നൊക്കെ വിളിച്ച ഈ പറയുന്ന KR ഗൗരിയമ്മയെ മുൻനിരകളിൽ എവിടെ ഇരുത്താതെ കണ്ട്, അവരുടെ പ്രായത്തെയും സീനിയറിറ്റിയും ഒന്നും മാനിക്കാതെ കണ്ട് നിയമസഭയുടെ അവസാന ബെഞ്ചുകളിൽ അവരെ കൊണ്ടിരുത്തിയതും ചരിത്രത്തിന്റെ ഭാഗം. മൂന്നാമത് ഒന്നുകൂടി ഗൗരിയമ്മ പറയുന്നു. അതെന്താണെന്നറിയാമോ? ഗൗരിയമ്മയ്ക്ക് ഒരു മുറി കൊടുത്തു. സാധാരണ MLA മാർക്ക് ക്വാർട്ടേഴ്സ് ആണ് കൊടുക്കുക. MLAക്ക് ഈ KR ഗൗരിയമ്മയ്ക്ക്, സീനിയർ ആയിട്ടുള്ള ഗൗരിയമ്മയ്ക്ക് പ്രായത്തേക്ക് മാനിച്ചുകൊണ്ട് ഒരു മുറി കൊടുക്കുന്നു. കഷ്ടിച്ച് 10-200 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ളൊരു മുറിയാണ് കൊടുക്കുന്നത്. ആ 200 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള മുറിക്കകത്ത് അവർ താമസിക്കണം. അവരുടെ കൂടെ തന്നെ അവർ ഡ്രൈവർ താമസിക്കണം. അവരുടെ കൂടെ തന്നെ അവരുടെ സെക്രട്ടറി താമസിക്കണം. ഈ 3 പേർക്കും കൂടിയിട്ട് 200 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ളൊരു മുറി കൊടുത്തത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ആത്യന്തം നീചമാണ്. അത് മനുഷ്യത്വരഹിതമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്ക് സുധാകരന് എതിരായിട്ട് ചന്ദ്രബാബുവും അതേപോലെ തന്നെ സലാമൊക്കെ പറയുന്ന സമയത്ത്, സലാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ജനാധിപത്യ വിശ്വാസിയാണ് കേട്ടോ, കടുത്ത മതേതരവാദിയാണ്. കഴിഞ്ഞ തൃക്കാക്കരയിൽ ബൈ ഇലക്ഷൻ നടന്നതിന്റെ തൊട്ട് തലയാഴ്ചയില്ലേ, അവിടെ ഒന്ന് PDP നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ആളുടെ പേരെന്താണെന്നറിയാമോ? അത് അമ്പലപ്പുഴ MLA ആണെന്നത്തെ സലാമായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ പടം വന്നിട്ട് പത്രങ്ങളിലൊക്കെ. അപ്പൊ അങ്ങനെ സലാം എന്ന് പറയുന്ന കടുത്ത മതേതരവാദി, അതിനേക്കാൾ ഉപരിയായിട്ട് ജനാധിപത്യ വിശ്വാസി, ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഇല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആള്, അതാണ് സലാം. ആ സലാം പറഞ്ഞാല് അത് കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരനും PDPക്കാരനും SDPIക്കാരനും ജമാഅത്ത് ഇസ്ലാമിക്കാരനും എല്ലാവരും ഗൗരവമായിട്ട് എടുക്കും. അതിനെ ആലോചിക്കേണ്ടത് സുധാകരന്റെ പ്രശ്നമാണ്. മറ്റൊരാളാണ് ചന്ദ്രബാബു. അതിനാണ് ചന്ദ്രബാബുവിന്റെ പാരമ്പര്യം. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യമാണ്. അവര് സുധാകരനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു എന്നുള്ള വിവരം ചന്ദ്രബാബു സത്യത്തിൽ വ്യക്തമാക്കേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റുകാരന്റെ പാരമ്പര്യം വെച്ചുകൊണ്ട്, അവരുടെ സ്വഭാവം വെച്ചുകൊണ്ട്, അവർ രാഷ്ട്രീയ പ്രവർത്തന ശൈലി വെച്ചുകൊണ്ട് സുധാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിന് പോലും ഇതൊരു അന്ത്യം കുറിക്കുന്നു എന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ അതിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൊന്നിരിക്കുന്നതെല്ലാം ഇന്നലെ വരെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ആദ്യം കൊലപ്പെടുത്തുന്നു, അതിനുശേഷം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ കൊലപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്ന ആരും ധരിക്കേണ്ട വസ്തുത, നിങ്ങളുടെ അന്ത്യം, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ, നിങ്ങൾ ഇന്നലെ കമ്മ്യൂണിസ്റ്റ് ആണോ, നിങ്ങൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് ആണോ, നിങ്ങൾ നാളെ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നുള്ളത് മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ച് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൈകൊണ്ട് തന്നെയാണെന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നിരവധി ഉദാഹരണങ്ങൾ എനിക്കത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കും. ഏതാണെങ്കിലും സുധാകരനെ പോലെയുള്ള ഒരുപക്ഷെ അഴിമതിയുടെ അംശം ഒരിക്കൽ പോലും പേറാത്ത ഒരു മഹാവ്യക്തിത്വത്തെ പോലും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവാപായം സംഭവിച്ചാൽ അതിനകത്ത് അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഈ പറയുന്ന പ്രസ്താവനയിൽ കൂടി എനിക്ക് ബോധ്യം വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.